ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടും അതുപോലെ തന്നെ സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നിതാ പുതിയൊരു ട്യൂട്ടോറിയലായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സ്നാപ്പ് ക്ലിപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള 3 ഐഡിയാസാണ് കാണിക്കുന്നത്. കുറഞ്ഞ മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ബിഗിനേഴ്സിന് പോലും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഐഡിയാസാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇതിനായിട്ട് ഞാനിതാ ഇവിടെ ഫെൽറ്റ് ഷീറ്റാണ് ബേസായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി അത് കയ്യിലില്ലാത്തവർ ക്യാൻവാസോ അല്ലെങ്കിൽ OHP ഷീറ്റോ എന്താണോ ഉള്ളത് അതെടുക്കാവുന്നതാണ്. അതിലിതാ ഇതുപോലെ ചെറിയൊരു ബൗ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏകദേശം ഒരു ബൗ വരുന്ന ആകൃതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു സ്നാപ്പ് ക്ലിപ്പിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് വേണം ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് ഏകദേശം ഈ ഒരു മീഡിയം സൈസിലുള്ള സ്നാപ്പ് ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള ബൗ ഷേപ്പാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇതിന് മെയിനായിട്ട് വേണ്ട ഐറ്റം എന്ന് പറയുന്നത് സ്റ്റോൺ ചെയിനാണ്. അതുപോലെ തന്നെ 3mm സൈസിൽ വരുന്ന ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ കുറഞ്ഞ മെറ്റീരിയൽസ് മാത്രമേ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് ആവശ്യമുള്ളൂ. ഈ 2 ഐറ്റം മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പല ഷേപ്സിലുള്ള സ്നാപ്പ് ക്ലിപ്സ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലുള്ള 3 ഐഡിയാസാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ദയവായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുള്ളൂ. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും കമൻ്റ് ഇടാനും കൂടെ വിട്ടുപോകരുത്. ആദ്യം തന്നെ ഇതാ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ആ ഒരു ബീഡ്സ് ഇതിൻ്റെ അറ്റത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു കർവ് വരുന്ന ഭാഗത്തായിട്ട് വേണം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ഫസ്റ്റ് ലെയറായിട്ട് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് വേണം സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏത് ഷേപ്പിലാണോ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ആ ഒരു രീതിയിൽ തന്നെ ഫെൽറ്റ് ഷീറ്റ് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്കാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഈ ഒരു പ്രോസസ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബീഡ്സ് ഒട്ടിക്കുക, അതിനുശേഷം സ്റ്റോൺ ചെയിൻ, അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ഒരു ബൗ കംപ്ലീറ്റ് ആവുന്നത് വരെ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഒരു ബീഡ്സ് ഉണ്ടല്ലോ അത് ഒരു ത്രെഡിൽ കോർത്തിട്ട് ഇതുപോലെ ലെവൽ ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ ഇപ്പം ഓരോ ബീഡായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പം അത്രയും ടൈം എടുക്കും. നമ്മൾ ഒരുപാട് ടൈം എടുക്കും മാത്രമല്ല അത്രയും പെർഫെക്ഷനിൽ നമുക്ക് കിട്ടൂല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുവാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ ഇതിൻ്റെ പകുതിയോളം പോർഷൻ ഞാനിവിടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻട്രൽ ഭാഗം നമ്മൾ ഈ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സെൻട്രലായിട്ട് ചെറിയൊരു പീസ് സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം വരുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതിനിടയിൽ നമുക്ക് എത്രയാണോ ബീഡ്സ് കൊള്ളുക അത്രയും ബീഡ്സ് ഇട്ടിട്ടൊന്ന് അതവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ ആ ഒരു രീതിയിൽ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ്റൊരു പെയറും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിന് നമുക്കിനി സ്നാപ്പ് ക്ലിപ്പിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് B7000 യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടുക ഗ്ലൂ ഗണ്ണായിരിക്കും. അപ്പോൾ അതുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ഐഡിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് വെറും 2 മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി കൂടുതൽ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഐഡിയ എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് ഞാനിതാ ഒരു ഫ്ലവറാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഫെൽറ്റ് ഷീറ്റിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ 5 പെറ്റൽസ് വരുന്ന ഒരു ഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു ഹാഫ് ബീഡ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 2 മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് ഇതും നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. സ്റ്റോൺ ചെയിനും ബീഡ്സും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. 3mm സൈസിൽ വരുന്ന ബീഡ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. സെൻട്രലായിട്ട് ഹാഫ് ബീഡ് ഒരു പീസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റുമായിട്ട് സ്റ്റോൺ ചെയിൻ വെച്ചിട്ടൊന്ന് ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ ആ ഒരു പെറ്റൽസിൻ്റെ എല്ലാം സെൻട്രലായിട്ട് വരുന്ന ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് നമുക്ക് ഈ സ്റ്റോൺ ചെയിൻ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം.
ഇതിനിടയിലായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഗിവ് അവേ നടത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീക്കിൽ. അപ്പം അതിനെ വിന്നറേയും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാലും മനസ്സിലാവും ആരാണ് വിന്നർ എന്നുള്ളത്. അപ്പം ആ ഒരു വിന്നർ നമ്മൾ ഇതുവരെ കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ കോണ്ടാക്റ്റ് ചെയ്യാതെ നമുക്ക് ആ ഒരു പ്രൊഡക്ട്സ് അയച്ചു കൊടുക്കാനും പറ്റില്ല. എനിക്ക് തോന്നുന്നു അവർ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ്. അത് വീഡിയോ കാണാറ്റാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണോ ഒന്നും അറിയില്ല. എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടിരിക്കേണ്ടതാണ്. ഇതുവരെ അവർ കോണ്ടാക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇനി അവർ കോണ്ടാക്റ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്ക് വേറെ വിന്നറെ സെലക്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും മറ്റുള്ളവരുടെ ചാൻസും കൂടെ നമ്മൾ കളയണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഒരു വിന്നറെ സെലക്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതാ ഞാൻ സ്റ്റോൺ ചെയിനൊക്കെ ഒരു പെറ്റൽസിൻ്റെ ഇടയിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ പെറ്റൽസായിട്ട് നമുക്ക് ഇതുപോലെ ബീഡ്സ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതാ ഓരോ പെറ്റൽസിൻ്റെയും അരികുവശത്തായിട്ട് നമുക്ക് ആദ്യം ഇതുപോലെ ഒരു ലെയറായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഓരോ ലെയറായിട്ട് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എങ്ങനെ ബീഡ്സ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്താലും മതി. എങ്ങനെയാണോ നിങ്ങൾക്ക് എളുപ്പം അതുപോലെ ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു രീതിക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒട്ടും ഗ്യാപ്പില്ലാതെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബീഡ്സ് ഒന്ന് നിറച്ച് കൊടുക്കണം. ആ ഒരു ഫെൽറ്റ് ഷീറ്റ് പുറമേ കാണാത്ത വിധത്തിൽ ഗ്യാപ്പ് ഇടാതെ മുഴുവനായിട്ടും ബീഡ്സ് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഇതാ അതും അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഷേപ്പ് തന്നെ ചൂസ് ചെയ്യണമെന്നൊന്നുമില്ല. അതുപോലെ തന്നെ ഇഷ്ടമുള്ള സൈസിലും ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ബീഡ്സ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചെറിയ സൈസിലുള്ള ബീഡ്സ് യൂസ് ചെയ്യുക. ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് 3mm സൈസിലുള്ളതാണ്. ആ ഒരു സൈസിൽ വരുന്ന ബീഡ്സൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. വലിയ സൈസിൽ വരുന്നത് നമുക്കിതുപോലെ നീറ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ ഐഡിയ എന്താണെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഇതാ ഞാനിവിടെ ഫെൽറ്റ് ഷീറ്റിൽ 2 ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെയിം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്റ്റോൺ ചെയിനും ബീഡ്സും വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മൂന്നും സെയിം ഐഡിയാസ് തന്നെയാണ്, പക്ഷേ ഡിഫറെൻറ്റ് ഷേപ്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ബിഗിനേഴ്സ് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അതുപോലെ തന്നെ ചെറിയ കുട്ടികളും കുറച്ചൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതിലോട്ട് ഞാനിവിടെ സ്റ്റോൺ ചെയിൻ ഒന്ന് അതിൻ്റെ അരികുവശത്തായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ സ്റ്റോൺ ചെയിൻ ഇതിൻ്റെ അരികുവശത്തായിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ക്ലിപ്പ് സ്റ്റോൺ വെച്ചിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഓരോ ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബീഡ്സിൻ്റെയൊക്കെ ഇടയിൽ ഇതുപോലെ ക്ലിപ്പ് സ്റ്റോൺ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഭംഗിക്ക് അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട് വെച്ചേ ഉള്ളൂ. അത് കയ്യിലില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതാ ബീഡ്സും കൂടെ വെച്ചിട്ട് അതൊന്ന് കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ 2 പീസും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ ഒരു സ്നാപ്പ് ക്ലിപ്പിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന 3 ഐഡിയാസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സെയിം ഐഡിയാസ് ആണെങ്കിലും ഡിഫറെൻറ്റ് ഷേപ്സിൽ വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏതാണോ ഇതിൽ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്തായാലും 3ഉം വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഐഡിയാസ് തന്നെയാണ്. അതുപോലെ തന്നെ കുറഞ്ഞ മെറ്റീരിയൽസ് മാത്രമേ ആവശ്യമുള്ളൂ. വെറും 2 മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോ. ഇനിയും ഒരുപാട് നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.